Repetitive DNA sequences, satellite DNA, mini satellite and microsatellite. ജീനോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന DNA സീക്വൻസസ് രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്. യുണീക്ക് DNA സീക്വൻസസ് ആൻഡ് റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസ്. സിംഗിൾ കോപ്പി സീക്വൻസസ് ആണ് യുണീക്ക് DNA സീക്വൻസസ്. കഴിഞ്ഞ സെഷനിൽ ഇവയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ട് തന്നായിരുന്നു. റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോപ്പി എക്സിസ്റ്റ് ചെയ്യുന്ന സീക്വൻസസ് ആണ് റെപ്പറ്റേറ്റീവ് സീക്വൻസസ്. ഈ സെഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസ് രണ്ട് കാറ്റഗറിയിലാണ് മെയിനായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. ടാൻഡം റിപ്പീറ്റ്സ്, ദെൻ ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് റെപ്പറ്റീഷൻ. ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡ്ജസൻ്റ് ആയിട്ട് അടുത്ത റിപ്പീറ്റിംഗ് യൂണിറ്റ് വരും. AG എന്ന് പറയുന്ന സീക്വൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു AG കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത AG വരും. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റ്സ് ആണ് ടാൻഡം റിപ്പീറ്റ്സ്. ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ഒരു പർട്ടിക്കുലർ റിപ്പീറ്റ് യൂണിറ്റ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞ് കുറേ സീക്വൻസസ് കഴിഞ്ഞിട്ടാണ് അടുത്ത റിപ്പീറ്റ് യൂണിറ്റ് വരുന്നത്. അഡ്ജസൻ്റ് ആയിട്ടായിട്ടുള്ള എക്സിസ്റ്റ് ചെയ്യുന്നത്. ടാൻഡം റിപ്പീറ്റ്സ് മൂന്ന് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് DNA, മിനി സാറ്റലൈറ്റ് ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്. ഇനി നമുക്ക് ടാൻഡം റിപ്പീറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അക്കൗണ്ട് മനസ്സിലാക്കി എടുക്കാം. എ പാറ്റേൺ ഓഫ് വൺ ഓർ മോർ ന്യൂക്ലിയോടൈഡ്സ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് ദ റെപ്പറ്റീഷൻസ് ആർ ഡയറക്ട്ലി അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. ഇപ്പോൾ ഇവിടെ ഒരു DNA-യിലുള്ള ടാൻഡം റിപ്പീറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പർട്ടിക്കുലർ സ്ട്രാൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂളാണ്. അതിൻ്റെ സിംഗിൾ സ്ട്രാൻഡ്, ഒരു സ്ട്രാൻഡ് മാത്രമേ നമ്മളിവിടെ റെഫറൻസ് ആക്കി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെയുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ATGC ആണ്. ഇവിടെ നിങ്ങൾക്ക് ATGC കാണാൻ സാധിക്കും. ആ ATGC ഇവിടെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ATGC റിപ്പീറ്റ്സ് 4 ടൈംസ്. ഇവിടെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ടോട്ടൽ ബേസ് പെയർസ് എന്ന് പറയുന്നതും 4ആണ്. ATGC അത് 4 ബേസ് പെയർസ് ഉള്ളതാണ്. അതായത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ TACG എന്ന് പറയുന്ന കോൺഫിഗറേഷനിലാണ് അത് പോകുന്നത്. അപ്പോൾ 4 ബേസ് പെയർസ് ആണ് ഈ പർട്ടിക്കുലർ റിപ്പീറ്റ് യൂണിറ്റിന് ഉള്ളത്. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ട് റിപ്പീറ്റ് യൂണിറ്റ്സ് 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റെപ്പറ്റീഷൻ മോഡാണ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത്. A repeated pattern can be between one base pair long, a mononucleotide repeat to several thousand BP. റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം 1 BP ആകാം. പിന്നെ ഏറ്റവും മാക്സിമം ചില 1000 കാറ്റഗറിയിലൊക്കെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ടോട്ടൽ സൈസ് വരുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് അതും വ്യത്യസ്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ആ എക്സാമ്പിളിനകത്ത് നമ്മൾ കാണുന്നത് അവിടെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 4 ബേസ് പെയർസ് ആയിരുന്നു. അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മോണോ ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ A എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ്, അഡിനോസിൻ കണ്ടെയ്നിങ് ന്യൂക്ലിയോടൈഡ് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു മോണോ ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ് ആണ്. ഇനി ഇവിടെ AT എന്ന് പറയുന്ന സീക്വൻസ് അതും 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ബേസ് പെയർസ് ആണ്. 2 ബേസ് പെയർസ് ആണ് ഉള്ളത്. അത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ GCC എന്ന് പറയുന്ന ടോട്ടൽ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് 3 ആയിട്ടുള്ള ആ റിപ്പീറ്റ് യൂണിറ്റ് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം 1 ബേസ് പെയർ ആകാം റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ മാക്സിമം 1000s ഒക്കെ അച്ചീവ് ചെയ്യാം. ഇതിൻ്റെ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. അത് ഓരോന്നിൻ്റെയും വേരിയബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. റെപ്പറ്റേറ്റീവ് DNA-യുടെ ഒരു കോമൺ ഫോമാണ് സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് DNA കൺസിസ്റ്റ് ഓഫ് വെരി ലാർജ് അറേസ് ഓഫ് ടാൻഡംലി റിപ്പീറ്റിംഗ് നോൺ കോഡിംഗ് DNA. അപ്പം ടാൻഡം
റിപ്പീറ്റ്സ് നോൺ കോഡിംഗ് ഡി എൻ എയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹെട്രോക്രോമാറ്റിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ക്രോമസോമിൽ നോക്കുവാണെങ്കിൽ സെൻട്രോമെറിക് റീജിയണിലും ടീലോമെറിക് റീജിയനിലുമാണ് സാറ്റലൈറ്റ് ഡി എൻ എ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് വിളിക്കാനുള്ള കാരണം ഡി എൻ എ എന്ന് പറയുന്ന മാക്രോ മോളിക്യൂളിനെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സീഷ്യം ക്ലോറൈഡ് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കുമ്പോഴേക്കിന് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസസും അതുപോലെ തന്നെ ബാക്കിയുള്ള ബൾക്ക് സീക്വൻസസും സെഡിമെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ പ്രോസസ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാൻഡ് ഫോർമേഷൻ ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ബൾക്ക് ഡി എൻ എയുടെ ഡെൻസിറ്റി ഒരു പർട്ടിക്കുലർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡി എൻ എയുടെ ഡെൻസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ വ്യത്യാസം, ഡെൻസിറ്റിയിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഫൈനലായിട്ട് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് വിഷ്വലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേക്കിന് രണ്ട് രീതിയിലുള്ള ബാൻഡ്സ് ഫോം ചെയ്യും. ബൾക്ക് ഡി എൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാൻഡും പിന്നെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡി എൻ എ ഉൾപ്പെടുന്ന സാറ്റലൈറ്റ് ഡി എൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു ബാൻഡും. അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ബാൻഡ് ഫോർമേഷൻ ഈ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിനെ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഹെട്രോക്രോമാറ്റിൻ്റെ ഭാഗമാണ്, നോൺ കോഡിംഗ് ഡി എൻ എ ആണ്. സാറ്റലൈറ്റ് ഡി എൻ എ ഇൻ ഹ്യൂമൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് സാറ്റലൈറ്റ് ഡി എൻ എ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് ഓഫ് റിപ്പീറ്റ് യൂണിറ്റ് ബേസ് പെയർസിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണത് വരുന്നത്. ആൽഫ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതിൻ്റെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 171 ബേസ് പെയർസ് ആണ്. ആ 171 ബേസ് പെയർസ് ഉള്ള ആ റിപ്പീറ്റ് യൂണിറ്റ് 1 by 1 ആയിട്ട് ടാൻഡമായിട്ട് റിപ്പീറ്റ് ചെയ്യും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ക്രോമസോംസിലും 23 ക്രോമസോംസിലും നമുക്ക് ഈ ആൽഫ ടൈപ്പ് സാറ്റലൈറ്റ് ഡി എൻ എ കാണാൻ സാധിക്കും. ഇനി ബീറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത, ബീറ്റ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. അതിൻ്റെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് 68 ആണ്. 68 ബേസ് പെയർസ്. ഈ 68 ബേസ് പെയർസ് കണ്ടിന്യൂസ് ആയിട്ട് ടാൻഡമായിട്ട് റിപ്പീറ്റ് ചെയ്യും. ഇത് സാധാരണ രീതിയിൽ കാണുന്നത് ക്രോമസോംസിൻ്റെ സെൻട്രോമിയേഴ്സിലാണ്. 1, 9, 13, 14, 15, 21, 22 ദെൻ വൈ ക്രോമസോം ഇതിൻ്റെയൊക്കെ സെൻട്രോമിയറിക് പോർഷനിൽ ഉണ്ടായിരിക്കും. ഇനി സാറ്റലൈറ്റ് 1 ഇതിൻ്റെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് 25 to 48 ബേസ് പെയർസ് ആയിരിക്കും. സെൻട്രോമിയേഴ്സ് ആൻഡ് അതർ റീജിയൻസ് ഇൻ ദ ഹെട്രോക്രോമാറ്റിൻ ഓഫ് മോസ്റ്റ് ക്രോമസോംസ്. അതായത് ഹെട്രോക്രോമാറ്റിക് ആയിട്ടുള്ള റീജിയൻസ്, ക്രോമസോംസിൻ്റെ റീജിയൻസിലാണ് ഇത് കൂടുതലായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രോമിയറിലും പിന്നെ ബാക്കിയുള്ള ഹെട്രോക്രോമാറ്റിക് റീജിയൻസിലും. സാറ്റലൈറ്റ് 2 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതിൻ്റെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 5 ബേസ് പെയർസ് മാത്രമേ വരത്തുള്ളൂ. അത് മിക്കവാറും എല്ലാ ക്രോമസോംസിലും എക്സിസ്റ്റ് ചെയ്യും. ഇനി സാറ്റലൈറ്റ് 3 എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. റിപ്പീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 5 ബേസ് പെയർസ് ആണ്. എല്ലാ ക്രോമസോംസിലും കാണും. സാറ്റലൈറ്റ് ഡി എൻ എയിലുള്ള സീക്വൻസസ് എന്ന് പറയുന്നത് സ്പീഷീസിനകത്ത് കൺസേർവ്ഡ് ആയിരിക്കും. കൺസേർവ്ഡ് ആവുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സ്പീഷീസിന് യുണീക്ക് ആയിട്ടുള്ള സീക്വൻസസ് ആയിരിക്കും സാറ്റലൈറ്റ് ഡി എൻ എയിൽ ഉണ്ടായിരിക്കുന്നത്. സ്പീഷീസിന് മാത്രമല്ല ഇൻഡിവിജ്വൽസിന് യുണീക്ക് ആയിട്ടുള്ള സീക്വൻസസും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഹെട്രോക്രോമാറ്റിക് നോൺ കോഡിംഗ് സാറ്റലൈറ്റ് ഡി എൻ എയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സീക്വൻസസ് ജനറ്റിക് അനാലിസിസ് വഴി ഉപയോഗിക്കാം. പക്ഷേ ഇവയുടെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ എത്രമാത്രം ഇത് റിപ്പീറ്റ് ചെയ്യുന്നെന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഓവറോൾ സൈസിനും വ്യത്യാസം വരും. ഇനി മിനി സാറ്റലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മിനി സാറ്റലൈറ്റ് മീൻസ് VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഹൈലി വേരിയബിൾ ആയിട്ടുള്ള പോളിമോർഫിക് ആയിട്ടുള്ള DNA റിപ്പീറ്റഡ് സീക്വൻസസ് ആണ് മിനി സാറ്റലൈറ്റ് പോർഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത്, ഒരു റിപ്പീറ്റ് യൂണിറ്റ് 10 to 80 ന്യൂക്ലിയോടൈഡ് പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ റേഞ്ചിലാണ് വരുന്നത്. ഏറ്റവും മിനിമം 10 ബേസ് പെയേഴ്സ് എങ്കിലും ആ റിപ്പീറ്റ് യൂണിറ്റിനകത്ത് കാണണം. മാക്സിമം 80 ബേസ് പെയേഴ്സ് വരെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അല്ലെങ്കിൽ മിനി സാറ്റലൈറ്റ് റിപ്പീറ്റഡ് സീക്വൻസസ് ഹ്യൂമൻ ജീനോമിൽ ഏകദേശം 1000 ലൊക്കേഷൻസിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈലി പോളിമോർഫിക് റീജിയൻസ് ആണ് മിനി സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ VNTR എന്ന് പറയുന്നത്.
സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് വേരിയേഷൻസ് കാണും സീക്വൻസസിന്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ട് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടുള്ള വേരിയേഷൻസ് ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള വേരിയേഷൻസ് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആണ് മിനി സാറ്റലൈറ്റ് അല്ലെങ്കിൽ VNTR എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റിനകത്ത് സാധാരണ രീതിയിൽ GC റിച്ച് ആയിട്ടുള്ള റിപ്പീറ്റ്സ് ആയിരിക്കും വരുന്നത്. അത് 10 to 80 ബേസ് പെയർ എന്ന് പറയുന്ന ആ ഓറിയൻറ്റേഷനിൽ റിപ്പീറ്റ് ചെയ്യും. ചില VNTRൽ സാധാരണ രീതിയിൽ ഒരു സെൻട്രൽ അല്ലെങ്കിൽ കോർ സീക്വൻസ് കാണാറുണ്ട്. GGCA GGANG എന്നാണ് ആ പർട്ടിക്കുലർ സീക്വൻസ് അറിയപ്പെടുന്നത്. അതിനകത്ത് N എന്ന് പറയുന്നത് ഏത് സീക്വൻസ് വേണമെങ്കിലും ആകാം. ATGCക്കകത്തെ AO TO GO CO ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇതൊരു 10 ബേസ് പെയർ ഉള്ള കോർ സീക്വൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ AATC അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ GGCA GGANG എന്ന് പറയുന്ന സീക്വൻസ് വരുന്നു. പിന്നെ ATT എന്ന് പറയുന്ന ഒരു സീക്വൻസും വരുന്നു. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടെ 17 ബേസ് പെയർസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റിന് ഉള്ളത്. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു റിപ്പീറ്റ്, ഇത് രണ്ടാമത്തെ റിപ്പീറ്റ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കോർ സീക്വൻസിൽ ജിയും എയുമാണ് അല്ലെങ്കിൽ എയും ജിയുമാണ് കൂടുതൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അഡിനിനും ഗുവാനിനുമാണ്. അഡിനിനും ഗുവാനിനും പ്യൂരിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും സീക്വൻസ്? ഇപ്പോൾ ഇവിടെ GGG ആണ് വരുന്നതെങ്കിൽ അവിടെ CCC ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് G, ദെൻ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് T, ദെൻ ജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് C, എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് T, N ഏത് വേണമെങ്കിലും ആകാം, പിന്നെ ജിക്ക് ഓപ്പോസിറ്റ് C. അപ്പോൾ രണ്ടാമത്തെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ പിരമിഡിൻസ് ആയിരിക്കും, അതായത് സിയും ടിയും ആയിരിക്കും കൂടുതൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് വരുന്നതുകൊണ്ട്, കോർ സീക്വൻസ് വരുന്നതുകൊണ്ട് ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻസ് കൂടുതൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റേ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ കൂടുതൽ പിരമിഡിൻസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്ട്രാൻഡ് ബയാസ് ഇങ്ങനെ കോർ സീക്വൻസ് വരുന്നത് കൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടൈപ്സ് അനലൈസ് ചെയ്യാം. 2 ടൈപ്സ് ആണുള്ളത്. ഹൈപ്പർ വേരിയബിൾ മിനി സാറ്റലൈറ്റ്, ദെൻ ടീലോമെറിക് മിനി സാറ്റലൈറ്റ്. ഹൈപ്പർ വേരിയബിൾ മിനി സാറ്റലൈറ്റ് അതിൻ്റെ കോർ യൂണിറ്റ് എന്ന് പറയുന്നത് 9 to 24 ബേസ് പെയർ ലോങ് ആയിരിക്കും. ഇത് സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സെൻട്രോമെറിക് റീജിയൻസിലാണ്. ഈ ടീലോമെറിക് മിനി സാറ്റലൈറ്റ്സ് ക്രോമസോംസിൻ്റെ ടീലോമിയറിൽ ടിപ്പ് പോർഷനിൽ ടെർമിനൽ പോർഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കോർ യൂണിറ്റ് 6 BP ആയിരിക്കും. അതുപോലെ തന്നെ അത് 1000 കണക്കിന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഇനി അടുത്ത കാറ്റഗറിയാണ് മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ടൈപ്പ്. സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ് SSR, ദെൻ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് STRs എന്നും ഇവയെ അറിയപ്പെടാറുണ്ട്. VNTRും അല്ലെങ്കിൽ മിനി സാറ്റലൈറ്റും മൈക്രോ സാറ്റലൈറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് ആണ്. അവിടെ 10 to 80 ആണ് റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് എങ്കിൽ ഇവിടെ 2 to 10 മാത്രമേ വരത്തുള്ളൂ. 2 to 10 ന്യൂക്ലിയോടൈഡ് ബേസ് പെയർസ് ആണ് റിപ്പീറ്റ് യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഈ മൈക്രോ സാറ്റലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻട്രാ സ്പെസിഫിക് പോളിമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്ന റീജിയൻസ് ആണ് മൈക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ഇങ്ങനെ 2 to 10 ന്യൂക്ലിയോടൈഡ് ബേസ് പെയർസ് ഉള്ള റിപ്പീറ്റ് യൂണിറ്റ്സ് 10ൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻട്രാ സ്പെസിഫിക് പോളിമോർഫിസം കാണിക്കുന്ന സീക്വൻസസ് ആയിരിക്കും. അതായത് ആ പർട്ടിക്കുലർ സീക്വൻസസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള സ്പീഷീസിനെയും ഇൻഡിവിജ്വൽസിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നേരത്തെ VNTR പറഞ്ഞതുപോലെ തന്നെ VNTRൻ്റെ യൂസസ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയും മേജർ യൂസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ പർട്ടിക്കുലർ സീക്വൻസ് ഉപയോഗിച്ചിട്ട് സാധിക്കും. DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ VNTRും മൈക്രോ സാറ്റലൈറ്റ്സുമാണ് സാധാരണ രീതിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്.
മൈക്രോ സാറ്റലൈറ്റിൻ്റെ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ സൈസ് ചിലപ്പോൾ 2 ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ 2 ബേസ് പെയർസ് മാത്രമേ കാണത്തുള്ളൂ. അത് ഡൈ ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ്സ് ആണ്. ഇനി ചിലപ്പോൾ അത് 3 ആയിരിക്കും, അത് ട്രൈ ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ്സ് ആണ്. ദെൻ 4 ആണെങ്കിൽ അത് ടെട്രാ ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ്സ് ആണ്. സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് CA എന്ന് പറയുന്ന സൈറ്റോസിനും അഡിനിനും ചേർന്ന ഒരു സീക്വൻസ് ആണ്. അത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യും. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് സ്പീഷീസ് സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ CA റിപ്പീറ്റ്സ് കാണാൻ സാധിക്കും. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 4 പ്രാവശ്യമാണ്. CA എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സീക്വൻസ് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് VNTRൻ്റെയും STRൻ്റെയും യൂസസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഹൈ ഡിഗ്രി പോളിമോർഫിസം കാണിക്കുന്ന റീജിയൻസ് ആണ്, റിപ്പീറ്റഡ് സീക്വൻസസ് ആണ് VNTRും STRും. അതുകൊണ്ട് ഈ സീക്വൻസുകൾക്ക് പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ ഫൈലോജനി സ്റ്റഡീസിലും DNA പ്രൊഫൈലിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിംഗ് പോലെയുള്ള ടെക്നീക്സിലും ഈ പർട്ടിക്കുലർ സീക്വൻസുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മോളിക്കുലാർ മാർക്കേഴ്സ് ആയിട്ട് ഇവയെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇത് വേരിയബിലിറ്റി ഉണ്ടാകാനുള്ള കാരണം ഹയർ റേറ്റ് ഓഫ് മ്യൂട്ടേഷൻ ഈ പർട്ടിക്കുലർ റീജിയൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് മ്യൂട്ടേറ്റഡ് ആവും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ സീക്വൻസസ് ഡെവലപ്പ് ചെയ്യും. ബാക്കിയുള്ള DNA പോർഷൻസ് ഇത്രയും മ്യൂട്ടേഷന് വിധേയമാകുന്നില്ല. മ്യൂട്ടേഷണൽ റേറ്റ് എന്ന് പറയുന്നത് VNTRലും STRലും ഒക്കെ വളരെ കൂടുതലാണ്. സോ ദേ ആർ യൂസ്ഡ് ആസ് മോളിക്കുലാർ മാർക്കേഴ്സ് ഫോർ റിലേഷൻഷിപ്പ് സ്റ്റഡീസ്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ DNA പ്രൊഫൈലിംഗ്. പേരൻ്റൽ ഡിസ്പ്യൂട്ടിലും ഫോറൻസിക് അനാലിസിസിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് DNA പ്രൊഫൈലിംഗ്. നേരത്തെ ഇത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ടെക്നിക്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് VNTRും STRും ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ടാൻഡർ റിപ്പീറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് ആണ്. ടാൻഡർ റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റ് യൂണിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വളരെ അഡ്ജസൻ്റ് ആയിട്ട് തന്നെ വിത്തൗട്ട് എനി സ്പേസ്, അതിൻ്റെ ഇടയ്ക്ക് വേറെ സീക്വൻസ് ഒന്നും വരാതെ തന്നെ അടുത്ത റിപ്പീറ്റ് യൂണിറ്റ് വരുന്ന അവസ്ഥയാണ് ടാൻഡർ റിപ്പീറ്റ്സ്. ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദ റെപ്പറ്റീഷൻസ് ആർ നോട്ട് ഡയറക്ട്ലി അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ് പാറ്റേൺ കാണാൻ സാധിക്കും. ATGC എന്ന് പറയുന്ന സീക്വൻസ് ഇവിടെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ടല്ല വരുന്നത്. ഒരു ATGC യൂണിറ്റ് കഴിഞ്ഞ് ഒരു സ്പേസ് ഉണ്ട്, അതായത് അവിടെ വേറെ സീക്വൻസസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ATGC യൂണിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് എഗെയിൻ ഒരു സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത റിപ്പീറ്റ് യൂണിറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ATGC 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ റെപ്പറ്റീഷൻ്റെ ഇടയ്ക്ക് സ്പേസ് വേറെ സീക്വൻസ് കൊണ്ട് ഫില്ല് ചെയ്ത് ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള റിപ്പറ്റീഷൻ പാറ്റേണിനെയാണ് ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് ഉണ്ടാകാനുള്ള കാരണം ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്ന ജമ്പിങ് DNA ആണ്. ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ DNA സെഗ്മെൻറ്റ്സ് തന്നെയാണ്. അവയ്ക്ക് അവയുടെ പൊസിഷൻ ഒരു ജീനോമിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് പോയി അവിടെ ഇൻസേർട്ടഡ് ആകാനുള്ള എബിലിറ്റി ഉണ്ട്. 2 രീതിയിലുള്ള മോഡ് ഓഫ് ആക്ഷൻ ആണ് ട്രാൻസ്പോസോൺസ് കാണിക്കുന്നത്. ഒന്നാമത്തെ മെക്കാനിസമാണ് കോപ്പി പേസ്റ്റ് മെക്കാനിസം. ഒരിടത്ത് നിന്ന് ഒരു ട്രാൻസ്പോസോൺ അതിൻ്റെ കോപ്പി ഉണ്ടാക്കി വേറൊരു സ്ഥലത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന അവസ്ഥ. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയും. അതായത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് പുതിയൊരു പൊസിഷനിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന അവസ്ഥ. ഈ കോപ്പി പേസ്റ്റ് ട്രാൻസ്പോസോൺസ് വർക്ക് ചെയ്യുമ്പോഴാണ് സാധാരണ രീതിയിൽ ഇൻ്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്പോസോണിൻ്റെ സീക്വൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ATGC എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോസോണിൻ്റെ സീക്വൻസ് ആണ്. ഇത് അതിൻ്റെ സ്വന്തം ഒരു കോപ്പി ഉണ്ടാക്കുന്നു, ഒരു DNA സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ATGCയുടെ ഒരു കോപ്പി ഇവിടെ സിന്തസൈസ് ചെയ്തിരിക്കുകയാണ്. ഈ കോപ്പി പുതിയ ഒരു ടാർഗറ്റ് സൈറ്റിലേക്ക് ഈ ജീനോമിനകത്ത് തന്നെ, ഇതൊരു DNA ആണ്, ആ DNAയുടെ വേറൊരു പൊസിഷനിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ പുതിയ ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് സൈറ്റിലേക്ക് ആ പർട്ടിക്കുലർ സീക്വൻസ് പോയി
ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനലായിട്ടുള്ള റിസൾട്ടാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ATGC എന്ന് പറയുന്ന ട്രാൻസ്പോസോണിൻ്റെ 2 കോപ്പി ഉണ്ട്. ആ 2 കോപ്പിയുടെയും ഇടയിൽ സ്പേസ് ഉണ്ട്, വേറെ സീക്വൻസ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ATGC ഇവിടെ ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ് ആയിട്ട് മാറി. ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു റെപ്പറ്റീഷൻ പാറ്റേൺ ഈ പർട്ടിക്കുലർ സീക്വൻസ് കാണിക്കാനുള്ള കാരണം അതൊരു ട്രാൻസ്പോസോൺ ആയിരുന്നു. കോപ്പി പേസ്റ്റ് മെക്കാനിസം വഴി വർക്ക് ചെയ്ത ഒരു ട്രാൻസ്പോസോൺ ആണ്. അത് പുതിയ ലൊക്കേഷനിലേക്ക് ഇൻസേർട്ടഡ് ആയപ്പോഴേക്കിന് അതൊരു ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ് എന്ന് പറയുന്ന മോഡിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള DNA അതൊട്ടും കൺസിസ്റ്റൻ്റ് അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ട്രാൻസ്പോസോണിൻ്റെ ആക്ഷൻ കൊണ്ട് ജീനോമിൻ്റെ സൈസ് കോപ്പി പേസ്റ്റ് മെക്കാനിസം വഴിയാണ് ട്രാൻസ്പോസോൺ ആക്ട് ചെയ്യുന്നതെങ്കിൽ ജീനോമിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്, ഇത്രയും ലെങ്ത് കൂടിയിട്ടുണ്ട്. കാരണം എത്രയാണോ ATGC എന്ന് പറയുന്ന 4 ബേസ് പെയർസ് ആയിരുന്നു ആ ട്രാൻസ്പോസോണിൻ്റെ ടോട്ടൽ സൈസ്, അത്രയും സൈസ് ഇപ്പോൾ പുതിയ DNAക്കകത്ത് കൂടിയിട്ടുണ്ട്. ഒരു കോപ്പിയും കൂടെ എക്സ്ട്രാ വന്നതുകൊണ്ടാണ്. ട്രാൻസ്പോസോണിൻ്റെ കോപ്പി തന്നെ, അതായത് അതിൻ്റെ സീക്വൻസ് തന്നെ എങ്ങനെ ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡയഗ്രമായിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ട്രാൻസ്പോസോൺസ് സാധാരണ മൂവ് ചെയ്യുമ്പോഴേക്കിന് ടാർഗറ്റ് സൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കാറുണ്ട്. ടാർഗറ്റ് സൈറ്റിലുള്ള സീക്വൻസ് ഡബിൾ ആകാറ് ഉണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അത് ട്രാൻസ്പോസോൺ എന്ന് പറയുന്ന സെപ്പറേറ്റ് കോണ്ടസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 രീതിയിലാണ് ട്രാൻസ്പോസോൺസ് ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് ആയിട്ട് മാറുന്നത്. കോപ്പി പേസ്റ്റ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോസോണിന് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സീക്വൻസ് ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ് ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എവിടേക്കാണോ അത് പോയി ഇൻസേർട്ടഡ് ആകുന്നത് ആ പർട്ടിക്കുലർ റീജിയണിൽ ടാർഗറ്റ് സൈറ്റിലുള്ള സീക്വൻസിനെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സ്റ്റാൻഡേർഡ് റിപ്പീറ്റ്സിനെ കുറിച്ചാണ്. സാറ്റലൈറ്റ് DNA, മിനി സാറ്റലൈറ്റ് ദാറ്റ് ഈസ് VNTR, ദെൻ മൈക്രോ സാറ്റലൈറ്റ്സ്. പിന്നെ ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും തന്നിട്ടുണ്ട്. ട്രാൻസ്പോസോണിൻ്റെ ആക്ഷനും പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോസിബിൾ എലമെൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരിക്കും.